നെക്സ്റ്റ് ജോർജ് ഓർവെലിൻ്റെ പൊളിറ്റിക്സ് ആൻഡ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള എസ്സേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ജോർജ് ഓർവെൽ നമുക്ക് നോക്കണം. ജോർജ് ഓർവെലിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് എറിക് ആർതർ ബ്ലെയർ എന്നാണ്. ബ്രിട്ടീഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത് ആനിമൽ ഫാം വരും. അതുപോലെ തന്നെ 1984 എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ വർക്കാണ്. അപ്പോൾ ഈ ഒരു എസ്സേ ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനുള്ള പൊളിറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്ത് ലാംഗ്വേജിൻ്റെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പാരഗ്രാഫ് അനാലിസിസ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അനാലിസിസ് എന്ന് വെച്ചാൽ ജോർജ് ഓർവെൽ ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി പീപ്പിൾ റെക്കഗ്നൈസ് എന്താണ് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ റിട്ടൺ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുവാണെന്ന്. പക്ഷേ എന്താണ് അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്നും അതിനെ പക്ഷേ ആളുകളാരും റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുമാണ് ആര് പറയുന്നത്? ജോർജ് ഓർവെൽ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ടോണോട് കൂടിയാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടോൺ ഓഫ് ദി അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റാണ്. അതായത് ഈ ലാംഗ്വേജിൻ്റെ ഡീക്കേ എന്ന് പറയുന്നത്, അതായത് നമ്മൾ നല്ല രീതിയിൽ ആ ലാംഗ്വേജിനെ യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് വഴി നമുക്ക് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മിസ്ഇൻറ്റർപ്രിട്ടേഷൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജ് ഡീക്കേ ആവുന്നു എന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്റ്റാണ്. പക്ഷേ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം ആരും അക്സെപ്റ്റ് ചെയ്യുന്നതും ഇല്ല, റിയലൈസ് ചെയ്യുന്നതും ഇല്ല. ആൻഡ് ഓൾസോ അപ്പോൾ അദ്ദേഹം ഇവിടെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിനെ നമ്മളെല്ലാവരും, അതായത് നമ്മളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും പ്രിസൈസ്ലിയും പറയുക, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കും. പാരഗ്രാഫ് 2 ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡീക്കേ എന്ന് പറയുന്നത് അത് റാൻഡമായിട്ട് സംഭവിച്ചൊരു കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ പുവർ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പുവറായിട്ട് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് എന്തുണ്ടാക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നേക്കുന്നത്? എക്കണോമിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് ലാംഗ്വേജും, അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞ കാര്യം, ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അയാൾ പറയുന്ന കോൺവെർസേഷനെ വേറെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തമ്പനയിലായിട്ട് ഇടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുകയാണ്? ലാംഗ്വേജിനെ മിസ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ എപ്പോഴും അത് വേണം ആലോചിക്കാൻ. അപ്പോൾ ഈ ലാംഗ്വേജിനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ധാരാളം എന്തുണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്? കൺഫ്യൂഷൻസും മിസ്ഇൻറ്റർപ്രിട്ടേഷൻസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഉണ്ടാവും. അപ്പോൾ ഈ ലാംഗ്വേജിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ചാണ് ഈ ഒരു എസ്സേക്കകത്ത് ആര് പറയുന്നത്? ജോർജ് ഓർവെൽ പറയുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജിനെ മിസ്യൂസ് ചെയ്യുന്നതിൽ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ അടുത്ത പാരഗ്രാഫ് 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആളുകളിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ കൺഫ്യൂസ്ഡ് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? കൺഫ്യൂസ്ഡ് തിങ്കിങ് വഴി എന്താ, അതായത് ഇപ്പോൾ ഒരു കാര്യം ഒരാൾ കേട്ടു, അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്താണ് അയാൾ കേട്ടത്, അല്ലെങ്കിൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ലാംഗ്വേജിലാണ് അയാളത് വായിച്ചത്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് എഴുതുന്നത് എന്തുമായിരിക്കും? അയാളുടെ ഈ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടായിരിക്കും അയാളും അത് എഴുതുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ പുവർ ലാംഗ്വേജ് കൺഫ്യൂസ്ഡ് തിങ്കിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കൺഫ്യൂസ്ഡ് തിങ്കിങ് വീണ്ടും കൂടുതൽ പുവർ ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ ലാംഗ്വേജിനെ കൂടുതൽ വേർഡ്സ് ആക്കി മാറ്റത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് ജോർജ് ഓർവെൽ എന്ത് ചെയ്യുവാണ്? നമുക്കൊരു വാർണിംഗ് തരുവാണ്. നമ്മൾ ഇതിനെതിരെ, ഇങ്ങനെയുള്ള മിസ്യൂസ് ഓഫ് ലാംഗ്വേജിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. അതായത് തോട്ട്സ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും അൺക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ, പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിഷ്യസ് സൈക്കിളിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് സൈക്കിളിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സൈക്കിളായി അത് മാറും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് 4 ജോർജ് ഓർവെൽ പറയുന്നതെന്ന് വെച്ചാൽ ബാഡ് ഹാബിറ്റ്സ് ഇൻ മോഡേൺ റൈറ്റിംഗ്.
അതായത് ക്ലീഷേസ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യും, ഫോറിൻ ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യും, ജാർഗൺസ് നമ്മൾ യൂസ് ചെയ്യും. ജാർഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ പ്രൊഫഷനും ഓരോ ജാർഗണുണ്ട്. നമുക്കിപ്പം ലീഗൽ ജാർഗണുണ്ട്, അതായത് നമ്മളിപ്പോൾ കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ടേംസും കാര്യങ്ങളും ഉണ്ട്, അല്ലേ? മൈ ലോഡ്, പിന്നെ ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ, ഇങ്ങനെയൊക്കെയാണ് അവർ ടേംസ്. അപ്പോൾ ഈ ജാർഗൺ ഒന്നും അറിഞ്ഞുകൂടാത്ത ആളുകളുടെ മുന്നിൽ ഈ എക്സ്പ്രഷൻസും വേർഡ്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ബാഡ് ഹാബിറ്റ്സ് ഇൻ മോഡേൺ റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ആവശ്യമില്ലാത്ത എപ്പോഴും യൂസ് ചെയ്ത് പഴകിയ ക്ലീഷേസ്, പിന്നെ ഫോറിൻ ആയിട്ടുള്ള നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത്, ജാർഗൺ യൂസ് ചെയ്യുന്നതൊക്കെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ ഒന്നും ക്ലാരിഫിക്കേഷൻസ് നടത്തുന്നില്ല. അപ്പോൾ ഈ റൈറ്റിങ്ങിലുള്ള പ്രിട്ടൻഷൻ അല്ലെങ്കിൽ ലേസിനെസ്സിനെ കുറിച്ചാണ് ഇവിടെ ആര് സംസാരിക്കുന്നത്? ജോർജ് ഓർവെൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഗ്ലി ഹാബിറ്റ്സ് ആണ്, പക്ഷേ ഇതെല്ലാം ഹാംഫുള്ളും കൂടിയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ മീനിങ്ലെസ് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ എന്ത് ചെയ്യുന്നു എന്നാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക്, വായിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ, വെറും പ്രിട്ടൻഷൻസിന് വേണ്ടി മാത്രമല്ലാതെ, അല്ലെങ്കിൽ ജാട കാണിക്കാനല്ലാതെ ഇതൊരു യൂസും ഇല്ലെന്നാണ് ആര് പറയുന്നത്? ജോർജ് ഓർവെൽ പറയുന്നത്. ഇനി പാരഗ്രാഫ് 5 അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ റൈറ്റേഴ്സ് ഫെയിൽ, അതായത് റൈറ്റേഴ്സ് എങ്ങനെയാണ് ഈ ഒരു മിസ്കൺസെപ്ഷൻസോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ മിസ്യൂസ് ചെയ്യുന്നത്. ചില റൈറ്റേഴ്സ് എന്താണ്, അവർക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ മീനിങ്ങിലായിരിക്കത്തില്ല അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കെയർലെസ് ആയിട്ട് തന്നെ അവർ യൂസ് ചെയ്യും, അവർ അൺഅവെയർ ആയിരിക്കും, കെയർലെസ് ആയിട്ട് എഴുതി കളയും. ചിലരെന്ന് വെച്ചാൽ ഇൻറ്റൻഷനലി എഴുതും, പക്ഷേ അത് ചിലപ്പോൾ മനസ്സിലുള്ള മീനിങ് ആയിരിക്കത്തില്ല പുറത്ത് വരുന്നത്. ചിലരെന്ന് വെച്ചാൽ കെയർലെസ് ആയിട്ട് തന്നെ അങ്ങ് എഴുതും. അപ്പം ലാംഗ്വേജ് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസിന് വഴി ഒരുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോട്ട്സിന് ക്ലാരിറ്റി അല്ലെങ്കിൽ മീനിങ് ഉണ്ടാക്കി എടുക്കുന്നത്. ചിലപ്പോൾ റൈറ്റേഴ്സ് ചില കോൺസെപ്റ്റുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എഴുതി വെക്കും. ചിലരെന്താണ്, അവർ തന്നെ എഴുതുന്ന കാര്യങ്ങൾ അവർ തന്നെ കെയർലെസ് ആയിട്ട് അങ്ങ് എഴുതി വെക്കും. ഇനി പാരഗ്രാഫ് 6 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് ഓഫ് റിയൽ വേൾഡ് റൈറ്റിംഗ്, അതാണ് പറയുന്നത്. അതായത് എസ്സേസിലെയും പൊളിറ്റിക്സിലെയും ഈ അക്കാഡമിക് റൈറ്റിങ്ങിലും ഉള്ള റൈറ്റിംഗ് പീസസിനെ കുറിച്ച് ഇദ്ദേഹം എക്സാമ്പിൾസ് തരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോ എക്സാമ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് തന്നെയാണ് നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ എസ്സേസ് വായിച്ചാലും, പൊളിറ്റിക്സിലെടുത്ത് നോക്കിയാലും, അക്കാഡമിക് റൈറ്റിംഗ് എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. അതായത് വേഗ്നെസ്, ഓവർ കോംപ്ലിക്കേഷൻ, സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഓവറായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്ത് ചിലർ എഴുതി വെക്കും, ക്ലാരിറ്റി ഇല്ലാതെ എഴുതി വയ്ക്കും, പിന്നെന്താണ് വ്യക്തതയില്ലാതെ പറഞ്ഞു വെക്കും അല്ലെങ്കിൽ എഴുതി വെക്കും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളെന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേറ്റഡ് റൈറ്റേഴ്സ് ആണെങ്കിൽ പോലും അവരും മീനിങ്ലെസ് ആയിട്ട് ലാംഗ്വേജിനെ അല്ലെങ്കിൽ ഓവറായിട്ട് ഹൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് പിന്നെന്താണ് ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലാംഗ്വേജിനെ യൂസ് ചെയ്യും. അതെന്തിനു വേണ്ടിയാണെന്ന് ഇദ്ദേഹത്തിനും അറിയത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ പാരഗ്രാഫ് 7 to 11 ഇദ്ദേഹം ക്രിറ്റിസിസവും എക്സാമ്പിളുമാണ് പറയുന്നത്. അതായത് പാസീവ് വോയിസിനെ ഒരുപാട് ഓവറായിട്ട് യൂസ് ചെയ്യും. അതായത് ഗ്രാമറിലുള്ള ആക്റ്റീവും പാസീവ് വോയിസും ഉണ്ടല്ലോ, പാസീവ് വോയിസിനെ ഓവറായിട്ട് യൂസ് ചെയ്യും. മെറ്റഫേഴ്സിനെ, ഡെഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സിനെ യൂസ് ചെയ്യും. അതായത് ഒരു റിലവൻസും ഇല്ലാത്ത കമ്പാരിസൺസ് ഒക്കെ നടത്തും. പിന്നെ വേർഡ്സ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള വേർഡ് പറയുന്നതിന് വരെ അതിന് കട്ടി വാക്കുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ പ്രിട്ടൻഷ്യൽ, അതായത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ്, ഫോറിൻ വേർഡ്സ്, നമുക്ക് സാധാരണ ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റാത്ത വേർഡ്സ്, ഇതൊക്കെ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വളരെ ലോങ് സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യും, എന്നിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് എഴുതി വെക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് ആർക്കും മനസ്സിലാവത്തില്ല, അല്ലേ? അപ്പോൾ ഈ മോഡേൺ റൈറ്റിംഗ് എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലും ഒറിജിനൽ തോട്ട്സ് ഒന്നും ആരും എക്സ്പ്രസ് ചെയ്ത് എഴുതുന്നില്ല എന്നുമാണ് ആരുടെ പരാതി? ജോർജ് ഓർവെലിൻ്റെ പരാതി. പിന്നെ മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പാരഗ്രാഫ് 12 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ഓർവെൽ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓൾവേസ് ദ മോഡേൺ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ഇവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ലാംഗ്വേജ് അതുകൊണ്ടാണ് റിയാലിറ്റിയിൽ നിന്നും ഒരുപാട് മാറി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ ആണ്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ സത്യത്തിനെ മറച്ചു വയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അത് എസ്പെഷ്യലി അദ്ദേഹം പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റേഴ്സിലാണ് അദ്ദേഹം കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ പാരഗ്രാഫ്സ് 13 to 14 അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ഭയങ്കര ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി പൊളിറ്റിക്കൽ ആൻഡ് അക്കാഡമിക് റൈറ്റിങ്ങിലാണ് ഇത് കൂടുതൽ. പൊളിറ്റിക്സിനകത്തെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റും ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചെഴുതുക, അല്ലെങ്കിൽ ആളുകൾക്ക് സാധാരണക്കാർക്ക് വായിച്ചാൽ
മനസ്സിലാവാത്ത രീതിയിൽ എഴുതി വെക്കുക. അതുപോലെ അക്കാഡമിക് റൈറ്റിംഗ്, നമ്മളിപ്പോൾ ഈ ജേർണൽസിനകത്തോ ആർട്ടിക്കിൾസിനകത്തോ അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ വളച്ചൊടിച്ച് കടുകട്ടിയാക്കി എഴുതി വെക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ എന്തിനാണെന്നാണ് ജോർജ് ഓർവെൽ ചോദിക്കുന്നത്. ഈ റൈറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ജാട കാണിക്കാൻ വേണ്ടി വലിയ വലിയ വാക്കുകൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് ഇൻ്റലിജൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അവർ എഴുതുമ്പോൾ ഭയങ്കര കടുകട്ടി വാക്കുകൾ യൂസ് ചെയ്യും. അപ്പോൾ ആളുകൾ വായിക്കുമ്പോൾ എന്തു ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റൈറ്റർ ആണല്ലോ, അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യം തന്നെ മനഃപൂർവ്വം എന്ത് ചെയ്യുവാണ്, ഡേഞ്ചറസ് ആക്കി അല്ലെങ്കിൽ വളരെ മിസ്ലീഡ് ചെയ്ത് എഴുതി വെച്ചേക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഈ പബ്ലിക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് പൊളിറ്റിക്സിലും അക്കാഡമിക് റൈറ്റിങ്ങിലും ഒക്കെ ഇങ്ങനെ ചെയ്തു വെക്കുന്നതെന്നാണ് ജോർജ് ഓർവെൽ പറയുന്നത്. പാരഗ്രാഫ് 15 to 18 പറയുന്ന പൊളിറ്റിക്സ് ആൻഡ് ലാംഗ്വേജ് തമ്മിലുള്ള ബന്ധമാണ്. അതായത് പൊളിറ്റിക്സ് ലാംഗ്വേജും തമ്മിൽ എന്താണ് ബന്ധം? ഈ പൊളിറ്റിക്സിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മളിപ്പം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ഈ ആളുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ വേഗമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കത്തില്ല അവർ ഉത്തരം പറയുന്നതും അവർ പറയുന്ന ന്യായീകരണങ്ങളും. സോ വളരെ വേഗമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വില്ലേജ് ബോംബിട്ടു, അതിന് പകരം അവർ വേറെ ടേംസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വില്ലേജസിനെ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ മരിച്ചു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ അയാൾ മരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ചത്തു എന്ന് നമ്മൾ അങ്ങനെ വലുതായിട്ട് പറയത്തില്ല, അയാൾ മരിച്ചു റെസ്പെക്റ്റോട് കൂടിയല്ലേ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ ഹീ ഈസ് ഡെഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പല ടേംസ് യൂസ് ചെയ്യാം. അതായത് ഹീ പാസ്ഡ് അവേ, ഹീ കിക്ക്ഡ് ദ ബക്കറ്റ് എന്നൊക്കെ പറയാം. അപ്പം അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതുപോലുള്ള ടേംസൊക്കെയാണ് പൊളിറ്റിക്സിലും ഇവരൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് റിയലായിട്ട് പറയേണ്ട കാര്യങ്ങളതിന് പകരം വളഞ്ഞൊടിച്ച് വേറെ രീതിയിലുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? അവർ നടത്തിയ ക്രൂരതകളെ പോളിഷ് ചെയ്തിട്ടായിരിക്കും അവർ മറ്റൊരു ഇമേജ് ആയിരിക്കും നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞ ജോർജ് ഓർവെലിൻ്റെ ഈ ഒരു എസ്സേയുടെ ആർഗ്യുമെൻറ്റ് പൊളിറ്റിക്സും ലാംഗ്വേജുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞാൽ ട്രൂത്തിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പബ്ലിക് ഒപ്പീനിയനെ എന്ത് ചെയ്യുന്നു, മിസ്ലീഡ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഒരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു റീസൺ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആയിരിക്കും അവരെപ്പോഴും ചെയ്യുന്നത്. അതായത് സത്യം എന്താണെന്ന് മറച്ചു വെച്ചിട്ട്, ഫാക്റ്റ് എന്താണെന്ന് മറച്ചു വെച്ചിട്ട് അവരെ ഡിഫെൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ വളരെ പോളിഷ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി പാരഗ്രാഫ് 19 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് ഓർവെൽ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലിയർ തിങ്കിങ്ങും ഓണസ്റ്റ് റൈറ്റിങ്ങും ലിങ്ക്ഡ് ആണ്. നമ്മൾ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓണസ്റ്റായിട്ട് എഴുതാൻ പറ്റും, അതുപോലെ ക്ലിയർ ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ റൈറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ട്രൂ ഇൻറ്റൻഷൻസ് ഹൈഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഈ വലിയ വലിയ വാക്കുകളും ഇങ്ങനെ അൺക്ലിയർ ആയിട്ടുള്ള രീതിയിലും എഴുതുന്നത്. അപ്പം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് തന്നെ വിശ്വാസം കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ എഴുതുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ലാംഗ്വേജ് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജിനൊരു മൊറാലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ മൊറാലിറ്റി ഇല്ലാതെ ഒരു കൈൻഡ് ഓഫ് അൺസിവിലായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മൊറാലിറ്റി നഷ്ടപ്പെടുവാണ് ലാംഗ്വേജിന്. സിൻസിയറിറ്റിയും ക്ലാരിറ്റിയും റൈറ്റേഴ്സിന് എപ്പോഴും ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പാരഗ്രാഫ് 20 എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 6 റൂൾസ് ഫോർ റൈറ്റിംഗ് ക്ലിയർലി. അതായത് മെറ്റഫർ യൂസ് ചെയ്യരുത്, സിമിലി യൂസ് ചെയ്യരുത്, അതർ ഫിഗർ ഓഫ് സ്പീച്ച് ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെന്താണ്, ലോങ് വേർഡ് ഒരിക്കലും യൂസ് ചെയ്യരുത്, ഷോർട്ട് വേർഡ് തന്നെ അതിന് പകരം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഓൾവേസ് വേർഡിൻ്റെ കൗണ്ട് നമ്മളെപ്പോഴും കട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ പാസീവ് വോയിസ് നമ്മൾ യൂസ് ചെയ്യരുത്, നമ്മൾ ആക്റ്റീവ് വോയിസ് തന്നെ യൂസ് ചെയ്യുക. ഫോറിൻ ഫ്രേസ്, സയൻറ്റിഫിക് ടേംസോ ജാർഗൺ വേർഡ്സോ ഒന്നും യൂസ് ചെയ്യരുത്. എവരിഡേ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 6ാമത്തെ റൂൾ എന്താണ്, ഈ ഏതെങ്കിലും മുകളിൽ പറഞ്ഞ 5 റൂൾസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്ന കാര്യം എന്തായിട്ട് മാറും എന്നാണ് പറഞ്ഞേക്കുന്നത്, വളരെ കൺഫ്യൂസിങ് ആയിട്ടും മിസ്ലീഡിങ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ റൂൾസ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൂൾസ് ജോർജ് ഓർവെലിൻ്റെ ഒരു ഗൈഡാണ്, എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാം. അദ്ദേഹം ഒരു 6 ഗൈഡ് ലൈൻസ് പറയുവാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഡയറക്റ്റായിട്ടും വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം ഒരാൾ എഴുതാൻ. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എൻറ്റയർ ആർഗ്യുമെൻറ്റ് ഈ ഒരു എസ്സേയുടെ ഇതാണ്. ഗുഡ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഗുഡ് തിങ്കിങ്ങിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ മോഡേൺ ഇംഗ്ലീഷിൽ എസ്പെഷ്യലി പൊളിറ്റിക്കൽ ലാംഗ്വേജ് എങ്ങനെയാണ് ഡിസോണസ്റ്റായിട്ട് മാറുന്നതെന്നും പിന്നെ
പിന്നെന്താണ് ഈ ലാംഗ്വേജിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ടും ഓണസ്റ്റായിട്ടും എഴുതണമെന്നും ഒക്കെയാണ് അദ്ദേഹം എന്താണ് ഒരു വാർണിംഗ് പോലെയാണ് നമുക്ക് തരുന്നത് അല്ലേ. കാരണം എന്താണ്, ഭാഷ വെച്ചിട്ട് നമുക്ക് ആളുകളെ നേരെയും നേർവഴിയിലും നടത്താം, പക്ഷെ കറപ്റ്റും ചെയ്യാം എന്നാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ കൂടെ പറയുന്നത്.